എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉണ്ണിയപ്പം. അത് നമ്മൾ വീഡിയോ ഇടുന്നിട്ടില്ല അല്ലേ? നമുക്ക് ഇന്ന് വീഡിയോ ഇട്ട് നോക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് കുറച്ച് അരി നമ്മൾ എടുത്തിട്ടുണ്ട്, വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് പൊതിർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളും ഇതേമാതിരി ഉണ്ണിയപ്പം ഇതേമാതിരി തന്നെ ചെയ്തേക്കണത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നു കമൻറ്റ് പറയണേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വേറെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചായയൊക്കെ വെക്കില്ല ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചക്കര ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചക്കര ഇട്ട ശേഷം ഇതേമാതിരി ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് കുറച്ച് അതിന് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവും നമ്മൾ ഇതാക്കിയ ശേഷം നമ്മുടെ ചക്കര ഇതേമാതിരി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക്. അപ്പോൾ ഇതാ പാവൊക്കെ കാഴ്ച അല്ല നമുക്ക് ഇത് ഇതാക്കി കൊടുത്ത് നമ്മൾ തരിപ്പയും കൊണ്ട് ചക്കര തരിച്ച ശേഷം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് മിക്സിയിൽ നമ്മൾ നേരത്തെ പൊതിർക്കാൻ വെച്ച അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേകിക്കാണ്ട് നിങ്ങളും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചക്കര ഏലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാണിത്. അപ്പോൾ നമ്മൾ അരച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങളില്ല നമ്മൾ അരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച ശേഷം കുറച്ച് മുട്ട എടുക്കട്ടെ. മുട്ട കഴിഞ്ഞാൽ ഉടച്ചതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ. അതിന് ശേഷം നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കണ്ടില്ല നമ്മുടെ സാധനം. ഇനി നമുക്ക് കുറച്ച് ദോശമാവ് നേരത്തെ നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു അതിലേക്ക് നമുക്ക് ദോശ കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഇതാട്ടോ കടിയൊക്കെയാണ്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി രാവിലെ അങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നൊന്ന് കമൻറ്റിൽ പറയണേ. ഞങ്ങളൊക്കെ രാവിലെ അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഓയിലുണ്ടെങ്കിൽ ഓയിലും മതി. അപ്പോൾ നെയ്യ് ഇതാക്കി കൊടുത്ത ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് ഉണ്ടാവില്ലേ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇതേമാതിരി ആക്കിയ ശേഷം നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ സദ്യക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇതാക്കുക അതിൽ ചട്ടി ഉണ്ടാവില്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിതാ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കിയതൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുക. നല്ലൊരു സോഫ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതേമാതിരി ചെയ്ത് നോക്കണം. നമുക്ക് നല്ലൊരു സോഫ്റ്റ് അത്യാവശ്യ രീതിക്കൊക്കെ കിട്ടും. കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. അത് എല്ലാം കിട്ടും ഇതിന്. അത് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരക്കടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും ഷെയറും കമൻറ്റും തട്ടി വിടുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ എല്ലാ വീഡിയോ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ലൈക്കും ഷെയറൊക്കെ തരണേ. എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വാഴൻ്റെയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളും ഇതേമാതിരി ഒന്ന് വാഴൻ്റെയിൽ ഇട്ട് കഴിച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ.